നമസ്കാരം. അധിക്ഷേപ പരാമർശം നടത്തിയതിനെ തുടർന്ന് നമ്മുടെ ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തു. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഉണ്ടായതിനു ശേഷം ഇന്നേവരെ കണ്ടില്ലാത്തൊരു മഹത്തായ സംരംഭങ്ങൾ നമുക്ക് ജന്തർമന്ദിൽ കാണാൻ കഴിഞ്ഞത്. അതായത് നമ്മുടെ ജെൻസി കുട്ടികൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് നല്ല രീതിയിലുള്ള അഭിസംബോധനകൾ നടത്തി. ഞാൻ അഭിസംബോധനയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ അഭിസംബോധനയെ കുറിച്ച് കൂടിപ്പോയുണ്ട്. ഈ കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസെടുത്ത് ചാർജ് ചെയ്ത് ഒന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾ എന്താ പറയുന്നത്? ഇരട്ട ന്യായമോ അല്ലെങ്കിൽ ന്യായീകരിക്കുന്നോ കേട്ടോ. നിങ്ങൾ പറയാം, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണ്ടേ? പ്രായം എല്ലാത്തിനും ഒരു അതിരുവരുമാണോ? കാരണം പ്രായം കുറച്ച് കൂടിയവരും കുറച്ച് നല്ല രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. കാരണം ഈ അഭിസംബോധന ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് കേട്ടോ. സെക്രട്ടറിയേറ്റിന് വേണ്ടി സമരം ചെയ്തവരും ജാർഖണ്ഡ് വേണ്ടി സമരം ചെയ്തവരും കണ്ട നിങ്ങളെ മഹത്തായ നമ്മുടെ ജന്തർമന്ദിറിൽ സമര രീതിയിൽ ഫോളോ ചെയ്തത്. നിങ്ങൾ റോങ് വേയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നീതി ലേറ്റായിട്ട് കിട്ടുന്നത്. റൈറ്റ് വേയിലോട്ട് പോയാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും സ്പെഷ്യലൈസ്ഡ് ടീം ഇപ്പോൾ തന്നെ അവിടെ എത്തും. ആരും വരാത്തെന്നുണ്ടോ? കാരണം നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങളത് മാറ്റണം. അതിനുവേണ്ടിയാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ സംസാരിക്കുന്നത്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുകയാണ്. അത് നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മാറ്റിയിട്ട് ഇതാ കണ്ട, ഇതാണ് കറക്റ്റ് സമരം. ഈ സമരം മേലോട്ട് നിങ്ങൾ പോയാൽ എപ്പോഴേ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയും കിട്ടി. നിങ്ങളിപ്പോൾ സെക്രട്ടറിയേറ്റ് ഇരുന്നത് അത്രയുള്ള പിള്ളേരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ കറക്റ്റ് രീതിയിലുള്ള സമരം ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് രീതിയിൽ സമരം ചെയ്താൽ ഇതിനു വേണ്ടി സംസാരിക്കുന്ന രക്തം തിളയ്ക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരപ്പം അവിടെ വരും. ഓക്കെ.